ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 7-ാം അധ്യായം 1-ാം വാക്യം. സാംസ് ചാപ്റ്റർ 7 വേഴ്സ് 1. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ചോദിക്കുമായിരുന്നു, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ബോഡി? ഞാനെന്ന് പറഞ്ഞു ആദ്യം കണ്ണ്, ഐസ്. അമ്മ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പലപ്പോഴായി ഉത്തരം കൊടുത്തു. ചെവി, വായ്, കൈ എന്നിങ്ങനെയൊക്കെ. അമ്മ പറഞ്ഞു, ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ശരിയായ ഉത്തരം കിട്ടുന്നതുവരെ. കാലം കടന്നുപോയി. ഞാൻ വളർന്നു, സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം എൻ്റെ ഗ്രാൻഡ് പാ ഡൈഡ്. എൻ്റെ മുത്തച്ഛൻ മരിച്ചു. അന്ന് ഞാൻ ആദ്യമായി ഡാഡ് കരയുന്നത് കണ്ടു. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ സോ ഡാഡ് ക്രൈയിങ്. ക്ഷീണിതനും ദുഃഖിതനുമായ ഡാഡ് അമ്മയുടെ തോളിൽ ഷോൾഡറിലേക്ക് ചാഞ്ഞു. അമ്മ ഡാഡിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കുറച്ച് ദിവസത്തിന് ശേഷം അമ്മ ചോദിച്ചു, എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ എന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞു, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തളർന്നിരിക്കുന്ന ഒരാളിനെ താങ്ങാവാനും ആശ്വാസം കൊടുക്കാനും ഉള്ള ഒരു തോൾ, ഒരു ഷോൾഡറാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ബോഡി ഈസ് ദ ഷോൾഡർ, which can give support to a person when he or she is in distress. കാരണം എന്തെന്നോ? കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മറന്നു പോകും, അനുഭവിക്കുന്നത് ഒരിക്കലും മറക്കില്ല. Why? You know why? What they hear or see will forget. What they feel will never forget. മുകളിൽ വായിച്ച വേദഭാഗത്തിൽ നാം ചിന്തിച്ചത്, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന വാക്യമാണ് നാം വായിച്ചത്. ദാവീദിൻ്റെ പ്രാർത്ഥന, ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന, എല്ലാ വഴികളും അടഞ്ഞുള്ള പ്രാർത്ഥന, ഭയത്തോടെ ദൈവത്തിൻ്റെ കരുണ തേടിയുള്ള പ്രാർത്ഥന. എല്ലാ വഴികളും അടയുമ്പോൾ ദൈവത്തിൽ മാത്രമാണ് നമുക്ക് ആശ്രയം. കർത്താവ് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് എന്താണ് വേദപുസ്തകത്തിൽ? നിങ്ങൾക്കറിയാമോ? ഓർമ്മയുണ്ടോ? കരയേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഈ 3 വാക്കുകളാണ് അധികമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആശങ്കകൾ വേണ്ട, ഭയം വേണ്ട, ആൻസൈറ്റി വേണ്ട, നിരാശ, ഡിപ്രഷൻ, ഇതൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലത്ത് ഭയത്താലല്ലേ ജനം ജീവിക്കുന്നത്, ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. പുതിയ കാലം ജനത്തിനും ലോകത്തിനും ഭയം നൽകി. മനുഷ്യർ ഇന്ന് ഭയപ്പാടിലാണ്,
ഏത് സമയവും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണ്. യുദ്ധത്തിൻ്റെയും ഭീകരത, ഞെട്ടിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഇതൊക്കെയാണ് ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ ഭയത്താലല്ലേ ജീവിക്കുന്നത് അനുദിനവും? മത്തായി 24 വിശദമായി പറയുന്നുണ്ട്. 7-ാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 24:7. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ കേൾക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം. നിങ്ങൾക്ക് ഭയമില്ലേ? എത്ര പേർക്ക് പറയാൻ സാധിക്കും എനിക്ക് ഭയമില്ലെന്ന്? എന്നാൽ ഭയമില്ലാത്തവർ വളരെ വിരളമാണ്. പ്രായഭേദമെന്നെ ചെറുപ്പക്കാരെന്നോ പ്രായമായവർ എന്നോ ഒന്നുമില്ല. ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധിയോടൊത്ത്, രോഗത്തെ ഓർത്ത്, പ്രത്യേകിച്ച് ചില ലക്ഷണങ്ങൾ ഈ കാലത്ത് വച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ രോഗമാണോ ആ രോഗമാണോ എന്നൊക്കെ ഓർത്ത് പല സംശയങ്ങളാണ്, ഭയമാണ്. തലചുറ്റൽ, ദഹന പ്രശ്നം, ഉറക്കമില്ലായ്മ, ക്ഷീണം, ഓർമ്മക്കുറവ്, പലവിധ ചിന്തകളാൽ ആശങ്കയിലാണ് പലരും. മനുഷ്യർ ഇന്ന് ഭയത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ നാം കേൾക്കുന്നു യേശു പള്ളിപ്രമാണിയോട് പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. മർക്കോസ് 5:36 മാർക്ക് ചാപ്റ്റർ 5:36. ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. മർക്കോസ് 5-ാം അധ്യായം 22 മുതൽ 24 വരെ. മാർക്ക് ചാപ്റ്റർ 5:22-24. പള്ളിപ്രമാണികളിൽ യായിരോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടു, കാൽക്കൽ വീണു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവരോട് കൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കി കൊണ്ടിരുന്നു. ഇവിടെ കാണുന്നത് യായിരോസ് നടുറോഡിൽ വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതാണ്. അതുവരെ നാം കണ്ടത് പള്ളിപ്രമാണികളൊക്കെയും യേശുവിനെതിരെയാണ്. അടുക്കയില്ല, പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആണ് അവർ ചെയ്തിരുന്നത്. എന്നാൽ അവരിൽ ഒരാളായ യായിരോസിന് ഒരു പ്രശ്നം വന്നു. അവൻ്റെ മകൾ അത്യാസന്ന നിലയിൽ കിടക്കുന്നു, രോഗത്താൽ. എല്ലാം ചെയ്തു, ഒരു ഭേദവുമില്ല. ഇത്രയും നാൾ യേശുവിനെ കളിയാക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നതെങ്കിലും ഒരാവശ്യം വന്നില്ലേ യേശുവിൻ്റെ അടുക്കിലേക്ക് തന്നെ പോകാം എന്ന് കരുതി. അവിടെ അഭിമാനമില്ല, പദവിയില്ല, ഈഗോ ഇല്ല, തോൽവിയില്ല. പുരുഷാരത്തോടൊപ്പം യേശുവിനെ കണ്ടു, അവൻ്റെ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, എല്ലാം തികഞ്ഞവരെന്ന് അനുമാനിക്കുന്നവർ, പള്ളിപ്രമാണികൾ യേശുവിൻ്റെ അടുക്കൽ വരുമോ? പാവപ്പെട്ട ചുരുക്കക്കാരും പാവപ്പെട്ട വേശ്യാസ്ത്രീകളും മുക്കുവരും ഒക്കെയല്ലേ യേശുവിൻ്റെ പുറകെ നടക്കുന്നത്? ഇതുവരെ എതിർത്തുകൊണ്ടിരുന്ന പള്ളിപ്രമാണികൾ യേശുവിൻ്റെ അടുക്കൽ വരുമോ? ജനം
അതിശയിച്ചു. യേശു അവരോടൊപ്പം പോയി. അപ്പോഴാണ് ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടത്. അവൾ 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീയാണ്. പല ചികിത്സയും നടത്തി, ഒന്നും ഫലിച്ചില്ല. ഒട്ടും ഭേദമല്ലാതെ പരവശയായിരുന്നവൾ. അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ വരാൻ സാധിക്കില്ല. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ്. സമൂഹത്തിലും ഭവനത്തിലും ഒറ്റപ്പെട്ടവൾ. അവൾ പിറകിൽ കൂടി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ മതി, സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചു. തൊട്ട നിമിഷം തന്നെ അവൾക്ക് മനസ്സിലായി അവളുടെ രോഗം മാറിയെന്ന്. മർക്കോസ് 5:25 മുതൽ 28 വരെ. മാർക്ക് ചാപ്റ്റർ 5, 25-28. 12 സംവത്സരമായിട്ട് ഉള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. യേശു അവിടെ നിന്നു. എന്നെ തൊട്ടതാര്? കർത്താവ് ചോദിച്ചു. ശിഷ്യന്മാരും പുരുഷാരവും പറഞ്ഞു, ഇവിടെ തിക്കും തിരക്കുമല്ലേ, എങ്ങനെ അറിയുന്നത്? അല്ല, എന്നെ ഒരാൾ തൊട്ടു, ശക്തി പുറപ്പെട്ടു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, തൊടുന്നവർ ഏറെയുണ്ടെങ്കിലും ശക്തി കിട്ടുന്നവർ ചുരുക്കം മാത്രം. വിശ്വസിച്ച് തൊടുന്നവർ ചുരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു പലപ്പോഴും നിങ്ങളുടെ അരികെയുണ്ട്. നിങ്ങളെ കാണുകയും നിങ്ങളെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളതറിയുന്നില്ല. നിങ്ങൾ ഹൃദയം നുറുങ്ങി അവനെ തൊട്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അവൾ പേടിച്ചു പറഞ്ഞു, ഞാൻ തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടിയെന്ന്. യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാൻ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. യേശു മകളെ എന്ന് വിളിച്ചത് ഇവളെ മാത്രമാണ്. അമ്മയെ വിളിച്ചത് സ്ത്രീയെ എന്നാണ്. ഇവിടെ നാം കാണുന്നത് വർഷങ്ങളായി സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന, നിരാശയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീയെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ യേശു പരസ്യമായി മാനിക്കുന്നതാണ്. അവർ മുമ്പോട്ട് നീങ്ങി. അപ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട് യേശു കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. 5-ാം അധ്യായം, മർക്കോസ് 5-ാം അധ്യായം 35 മുതൽ 35-36 വിശദമായി പറയുന്നുണ്ട്. പത്രോസും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ ആരും തന്നോട് കൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. വീട്ടിൽ കടന്നാറെ വളരെ കരഞ്ഞും വിലപിക്കുന്നവരെയും കണ്ടു. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് അവൻ പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു.
5-ാം അധ്യായം 37 മുതൽ 39 വരെ. വിശദമായി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയച്ചുരുക്കം കൊണ്ട്. നിന്നെ ആരെങ്കിലും പരിഹസിച്ചാൽ നീ അത് നോക്കണ്ട. നിനക്ക് ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. ഉള്ള ആയുസ് തികച്ചോളൂ. കർത്താവിന് വേണ്ടി ചെയ്യാനുള്ളത് ഒക്കെ ചെയ്ത് തികച്ചോളൂ. പ്രതിഫലം തരുന്നവൻ അവിടെ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. കർത്താവിന് നിരക്കാത്തത് വിശ്വാസവഞ്ചന, ചതി, അനീതി ഒക്കെ ചെയ്തു തീർക്കുന്നവർക്കും പ്രതിഫലം കിട്ടും. ആരുടെ മുമ്പിലും കണക്ക് ബോധിപ്പിക്കണ്ട, ആരെയും ബോധ്യപ്പെടുത്തണ്ട. അവർ നിന്നെ അപമാനിക്കും, അവർ നിന്നെ നിന്ദിക്കും, അവർ നിന്നെ ഭവനത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടുത്തും, അവർ നിന്നെ വിധിക്കും. യേശു അകത്ത് കടന്നു, കുട്ടിയുടെ കൈ പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഫ കുമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവൾ അത്യന്തം വിസ്മയിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്ക എന്ന് യേശു പറഞ്ഞു. 5-ാം അധ്യായം, മർക്കോസ് 5-ാം അധ്യായം 40 മുതൽ 42 വരെ. മാർക്ക് ചാപ്റ്റർ 5 40-42. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈ പിടിച്ചു. ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഫ കുമി എന്ന് അവളോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയം മാറ്റാൻ ഒരു ദൈവമുണ്ട്. ഭയചകിതരായി ഭാവിയെപ്പറ്റി ഓർത്ത് വ്യസനിച്ചിരിക്കുന്നവർക്ക് സമാധാനവും ആശ്വാസവും തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ കരയേണ്ട എന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും വഴക്കിനും പിണക്കത്തിനും വിട്ടുകൊടുത്ത നിങ്ങളെ, അശുദ്ധിക്കും തിന്മയ്ക്കും വിട്ടുകൊടുത്ത നിങ്ങളെ, പൈശാചികന് പന്താടാൻ വിട്ടുകൊടുത്ത നിങ്ങളുടെ ജീവിതം നിങ്ങൾ മാറ്റുമോ? എന്നാൽ നിന്റെ ഭയം മാറും. നിന്നെ വേട്ടയാടുന്നവരുടെ കയ്യിൽ നിന്ന് നിന്നെ ദൈവം രക്ഷിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സന്ദേശം നൽകിയത് ജോർജ് ജൂനിയർ, കിഴക്കേ വീട്.